ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന പ്രഖ്യാപനം ഈശോയുടെ ദൈവപുത്ര സ്ഥാനത്തെയാണ് നമുക്ക് വ്യക്തമാക്കി തരുന്നത്. 2-ാം സങ്കീർത്തനം 7-ാം വാക്യത്തിൽ പ്രിയപുത്രൻ എന്ന് വിളിക്കുന്നത് ഇസ്രായേലിലെ രാജാവായ ദാവീദിനെയാണ്. രാജാവിനെ ദൈവത്തിൻ്റെ ദത്തുപുത്രനായാണ് സങ്കീർത്തകൻ അവതരിപ്പിക്കുന്നത്. ഈശോയെക്കുറിച്ചുള്ള പ്രവചനമായാണ് സഭ 2-ാം സങ്കീർത്തനത്തെ മനസ്സിലാക്കുന്നത്. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 42-ാം അധ്യായത്തിൽ നമുക്ക് ദാസനെ കാണാം. വചനത്തിലൂടെ ജനതകൾക്ക് പ്രകാശവും സഹനവും മരണവും വഴി രക്ഷയും നൽകാനായി പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളാണ് യേശയ്യായുടെ പുസ്തകത്തിലെ ദാസന്മാർ. ഇവ രണ്ടും പ്രത്യേകമായി നമ്മുടെ വിളി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമ്മുടെ മാമോദീസ വേളയിലും സ്വർഗം പ്രസാദിച്ച് നമ്മളെ ദൈവത്തിന് സ്വന്തം പ്രിയപ്പെട്ട മക്കളാക്കുകയും പുതിയ പേരും വ്യക്തിത്വവും നൽകി വിശുദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കർത്താവിൻ്റെ ദൻഹാ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ദൈവത്തിന് പ്രിയപ്പെട്ട പുത്രനാകാം, പ്രിയപ്പെട്ട ദാസനായി നമ്മളെ മാറ്റാം. അതുവഴി കർത്താവിൻ്റെ ദൻഹായായി ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കാം.